നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക്, അതായത് ഇപ്പോൾ ന്യൂ ജോയിൻ ആയിട്ട് വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കും കുറേ ഡൗട്ടും കാര്യങ്ങളുമാണ്. അപ്പോൾ അവർ സിംഗിൾ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അത് മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു നേഴ്സായിട്ട് യു.എയിൽ വരാനിരിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരേണ്ടത്, എന്തൊക്കെയാണ് ഇവിടുന്ന് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ എക്സാമിനോ കാര്യങ്ങളോ പ്രിപ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ യു.എയിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്നും അറിയാതിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടക്കത്തിൽ നിന്ന് മുതൽ പറയാം. അപ്പം നമ്മളൊരു BSc നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ടുള്ളൊരു നേഴ്സാണ്. അഫ്കോഴ്സ് നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. അതായത് പഠിച്ച ഏത് യൂണിവേഴ്സിറ്റി ആണോ അവിടെ എന്താക്കാം, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിടുക. അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് നമുക്ക് നിർബന്ധമായിട്ട് എവിടെയും പറയുന്നില്ല. എക്സാം എഴുതാനോ ഡാറ്റ ഫ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് വരാൻ പോലും എക്സ്പീരിയൻസ് ഇപ്പോൾ ആവശ്യമില്ല. വിത്തൗട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ഇപ്പോൾ യു.എയിൽ എടുത്തു വരുന്നുണ്ട്. ഫ്രഷേഴ്സിനാണ് ഇപ്പം മോർ ചാൻസ് കിട്ടുന്നത്, അവർക്ക് ലെസ് സാലറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഫ്രഷേഴ്സിനും ഇപ്പോൾ വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ വരുന്നില്ല. അപ്പം നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം രജിസ്ട്രേഷൻ ചെയ്തിടാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക. അത് നമുക്ക് എക്സ്പയറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വൺസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മൊത്തം തന്നെയുള്ളതാണ്. അപ്പം നിങ്ങൾ എന്താക്കുക, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും കൂടി ചെയ്തിടുക. അത് ബെറ്റർ ആയിരിക്കും. ഇതിനെല്ലാം ടൈം പീരീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് രണ്ടും ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. അതായത് ഷാർജയിലേക്കാണോ, ദുബായിലേക്കാണോ, അല്ല അബുദാബി, അലൈൻ, അല്ലെങ്കിൽ അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഫുജറ, ഏത് എമിറേറ്റ്സിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എമിറേറ്റ്സിന് വേണ്ട പ്രോമെട്രിക് എക്സാം വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നമ്മൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ചേർന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിറങ്ങിയവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, പഠിച്ചിറങ്ങിയവർക്ക് മോർ കംഫർട്ടബിൾ ആയിരിക്കും എക്സാം എഴുതാനായിട്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും കുഴപ്പമില്ല. നമ്മളൊരു അക്കാഡമിയിൽ ചേർന്ന് ക്ലാസ്സിന് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച സിലബസ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നെയാണ് എക്സാമിന് വരുന്നത്. വലിയ ഡിഫിക്കൽട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എക്സാം പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ചേർന്നിട്ട് റെഗുലർ ബേസ്ഡ് ക്ലാസ്സിന് പോവുക. ക്ലാസ്സിന് പോയിട്ട് എന്താക്കുക, ആ സെയിം ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, BLS കൂടി എടുക്കുക. അതായത് BLSന് 2 ഇയർ വാലിഡിറ്റി ഉള്ളൂ. 2 ഇയർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും BLS എന്ത് ചെയ്യണം, റിന്യൂ അതും പുതിയതായിട്ട് വീണ്ടും എടുക്കണം. അപ്പോൾ BLS എടുക്കുക. അതുപോലെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക. പിന്നെ മോഫ ചെയ്യാനുണ്ട്, അത് നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്താലും മതി. പിന്നെ എന്ത് ചെയ്യുക, BLS എടുക്കുക. അതുപോലെ തന്നെ വേണ്ടതാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്താക്കാം, നമ്മുടെ ഡാറ്റ ഫ്ലോയ്ക്ക് നമുക്ക് ഇതെല്ലാം വേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ 1 by 1 ആയിട്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുവാണെങ്കിൽ ഇതിനൊക്കെ ടൈം പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ യൂണിവേഴ്സിറ്റി, ഡിപ്പെൻഡ് ഓൺ ഓരോ സാഹചര്യം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇത് ഡിലേ ആയി പോവാൻ, പെട്ടെന്ന് കിട്ടാം, എല്ലാ ചാൻസും ഉണ്ട്. അപ്പം നിങ്ങൾ വരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു, നിങ്ങളുടെ എംബസി അറ്റസ്റ്റേഷൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക, ട്രാൻസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. മുന്നെയൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് കോളേജിൽ നിന്ന് തന്നെയായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക, ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഗുഡ് സ്റ്റാൻഡിങ്ങിന് 6 മന്ത് വാലിഡിറ്റി ഉള്ളൂ. ട്രാൻസ്ക്രിപ്റ്റിന് വാലിഡിറ്റി കാര്യങ്ങളില്ല. നമ്മൾ പഠിച്ച നമ്മുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു PDF ആണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റിയിൽ കയറി അപ്ലൈ ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഏജന്റിനെ എന്ത് ചെയ്യുക, സമീപിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ, എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ് സ്റ്റാൻഡിങ് അതുപോലെ ട്രാൻസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ആ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം,
ഈ കോഴ്സ് എന്ത് ചെയ്യുക, കോഴ്സിന് ചേർന്നിട്ട് DH ഓർ DOH ഓർ MOH ഏതാണോ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് നിങ്ങൾ എന്താക്കുക ആ സെയിം ടൈമിൽ ഇതെല്ലാം ഇതാക്കുക, BLS എടുക്കുക. വൺസ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ കോൺഫിഡൻ്റ് ആയി, എപ്പോഴും നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം എക്സാമിന് ഡേറ്റ് എടുക്കുക. എടുത്ത് ചാടി എക്സാമിന് ഡേറ്റ് എടുക്കാതിരിക്കുക. അങ്ങനെ എടുത്ത് ചാടി നമ്മൾ എനിക്കറിയാം ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുത്ത് ചാടി എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, എക്സാമിന് പാസ്സാവാൻ വേണ്ടി പറ്റില്ല. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യും, ഫെയിൽ ആവും. അപ്പോൾ എപ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പ്രീവിയസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത്, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാനായിട്ട്. വൺസ് എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. കേരളത്തിൽ കുറേ സെൻറ്ററുകളുണ്ട്. സെൻറ്റർ അറിയണമെങ്കിൽ എന്നെ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഏതൊക്കെ സെൻറ്ററുകളാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു തരാം. അപ്പോൾ സെൻറ്ററിലെടുത്ത് എക്സാം എഴുതുക. എക്സാം പാസ്സായതിനു ശേഷം പിന്നെ എന്താണ് നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ട്രാൻസ്ക്രിപ്റ്റിന് കൊടുത്തു, ഗുഡ് സ്റ്റാൻഡിങ്ങിന് കൊടുത്തു, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മൾ എക്സാമും പാസ്സായി. പിന്നെ അടുത്തത് എന്താണെന്നുള്ളതായിരുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ വേണം, ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടി കൊടുക്കണം. വൺസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എക്സാം പാസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മാത്രമേ കിട്ടുള്ളൂ. ആ പാസ്സായ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ലൈസൻസിലേക്ക് മാറ്റണം. അതായത് നമ്മൾ എലിജിബിലിറ്റി ലെറ്റർ എടുക്കണം. അതാണ് ലൈസൻസിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്, എലിജിബിലിറ്റി തന്നെയാണ് നമ്മുടെ ലൈസൻസ് എന്ന് പറയുന്നത്. വൺസ് എലിജിബിലിറ്റി കിട്ടിയതിന് ശേഷം അതെന്ത് ചെയ്യും, നമ്മൾ എവിടെ കയറുന്നെങ്കിൽ അവിടെ നമുക്ക് എന്താക്കും, ലൈസൻസ് ആക്കി കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഈ എലിജിബിലിറ്റി എടുക്കാനായിട്ട് നമ്മൾ എന്താക്കണം, ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, നമുക്ക് നമ്മുടെ പാസ്പോർട്ട് വേണം, ട്രാൻസ്ക്രിപ്റ്റ് വേണം, ഗുഡ് സ്റ്റാൻഡിങ് വേണം, BLS വേണം, അതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കുക. എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം എക്സാമിന് വേണ്ടി ഡേറ്റ് ആക്കാം. അപ്പോൾ അത്രയും ടൈം പീരീഡിൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കുക. ഡാറ്റ ഫ്ലോയ്ക്ക് മാക്സിമം ഒരു 45 days ഒക്കെ എടുക്കും. പിന്നെ ഡിപ്പെൻഡ് ഓൺ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഡിലേ ആയി പോവാറുണ്ട്. പക്ഷെ മാക്സിമം 45 days ഉള്ളിലൊക്കെ നമുക്ക് ഡാറ്റ ഫ്ലോ കിട്ടാറുണ്ട്. വൺസ് ഡാറ്റ ഫ്ലോ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഡാറ്റ ഫ്ലോയും നമ്മൾ പാസ്സായ എക്സാം പാസ്സായതിൻ്റെ ആ പ്രൂഫും എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ എന്താക്കും, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. വൺസ് എലിജിബിലിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 7 days ഓർ 15 days ഉള്ളിൽ നമുക്ക് എന്താക്കും, എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. അതായത് ദുബായ് ഓർ ഏത് എമിറേറ്റ്സിലാണോ അവിടെ നിന്നുള്ള അതോറിറ്റിയിൽ നിന്ന് നമുക്ക് എന്താക്കും, എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. നമുക്കത് ഷയാൻ പോർട്ടലിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഷയാൻ പോർട്ടലിൽ കയറി എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി കാണാം. അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷയാൻ പോർട്ടലിൽ കയറി എലിജിബിലിറ്റി ലെറ്റർ എടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം എലിജിബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുന്നത്, നാട്ടിലെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഈ എലിജിബിലിറ്റി എടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ തിരിച്ച് എന്താക്കണം, നിങ്ങളൊരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഇവിടെ വരിക. എന്നിട്ട് വന്നിട്ട് നല്ലൊരു CV ഉണ്ടാക്കുക. ആദ്യം CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ജോലി കിട്ടാനായിട്ട്. നമുക്ക് നല്ലൊരു CV ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും CV ഉണ്ടാക്കുമ്പോൾ ഹോം കെയറിലേക്ക് ഒരു CV, ക്ലിനിക്കിലേക്ക് ഒരു CV, അതായത് സ്പെഷ്യാലിറ്റി, ഇപ്പോൾ ഡെൻ്റൽ അങ്ങനത്തെ, ഇപ്പോൾ ഇവിടെയൊക്കെ UAയിലൊക്കെ കുറേ ഡെൻ്റൽ ക്ലിനിക്സ് ഒക്കെ കുറേ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏതൊരു ഫീൽഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് പറ്റിയിട്ടുള്ള ഒരു CV എന്ത് ചെയ്യുക, എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. അല്ലാണ്ട് ഒരേ CV തന്നെ എല്ലാ ഒരു കാറ്റഗറിയിലേക്കും അയച്ചു കൊടുക്കരുത്. ഇപ്പോൾ പ്രൈവറ്റിൽ ഹോസ്പിറ്റലിലേക്ക് പ്രത്യേകിച്ച് CV ഉണ്ടാക്കുക, ഗവൺമെൻറ്റിലേക്ക് പ്രത്യേകിച്ച് ഒരു CV ഉണ്ടാക്കുക. പിന്നെ ഓരോരുത്തർ വിളിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം CV എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് CV അയച്ചു കൊടുക്കുക. CV ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ജോലി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും CV അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ജോലി എന്താണോ അവർ ചോദിക്കുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഒരു CV പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ CV പ്രിപ്പയർ ചെയ്യുക, വിത്ത് നിങ്ങളുടെ എലിജിബിലിറ്റി ലെറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്താക്കാം, ഇൻക്ലൂഡ് ചെയ്തിട്ട് CV അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു റെഫറൽ ലെറ്റർ പോലെ ഒരു സെൻറ്റൻസും കൂടി നിങ്ങൾ എപ്പോഴും മെയിൽ അയച്ചു കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്താണ് അതിനകത്ത് സബ്ജക്റ്റ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എപ്പോഴും മെയിൽ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റും കൂടി വെച്ചിട്ട് CV അയച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി മോർ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ സൈറ്റുകളുണ്ട്. അതായത് ഇപ്പോൾ ഇൻഡീഡ് ഉണ്ട്, ലിങ്കൻഡ് ഉണ്ട്, നാക്കുറി ഗൾഫ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ
ജോബ് അലേർട്ട് ഉണ്ട്, അങ്ങനെ കുറേ ഈ സൈറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഗൂഗിളിൽ ഡയറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ മെഡിക്ലിനിക്ക്, അസ്ട്ര, അവിടെയൊക്കെ നമുക്ക് അവരുടെ തന്നെ പോർട്ടലുണ്ട്. നമുക്ക് അതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ CV കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ജോബ് ഓഫറിൻ്റെ അലേർട്ട് വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് പറ്റിയതാണെങ്കിൽ നമുക്ക് അതിൽ കയറിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഗവൺമെൻറ്റിലാണെങ്കിൽ ദുബായ് കരിയർ പോർട്ടലുണ്ട്, അബുദാബിയുടെ അലയിൽ, പിന്നെ ഷാർജയിൽ, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകൾ ഏതിൽ കയറി അപ്ലൈ ചെയ്യണമെന്നുള്ളത് അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈറ്റ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിൽ അയച്ചു കൊടുക്കുന്ന സൈറ്റിൻ്റെ ഒക്കെ ഇത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളത് കയറി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഓരോ വേക്കൻസി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു വിധം. പിന്നെന്ന് പറഞ്ഞാൽ നടന്നു പോയിട്ട് CV കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. കുറേ ക്ലിനിക്സ്, ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ഹോം കെയറുകൾ, അവിടെയൊക്കെ ഡയറക്റ്റ് CV റിസീവ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കുറേ ക്ലിനിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പോൾ അവിടെയൊക്കെ പോയി ഡയറക്റ്റ് എന്ത് ചെയ്യാം, കയറി ചോദിച്ച് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ച് അവരുടെ മെയിൽ ID കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് അങ്ങനെ കുറേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കുറേ മെയിൽ IDകൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഹോസ്പിറ്റല്, ക്ലിനിക്സ്, അതുപോലെ ഹോം കെയർ, അതിലേക്ക് മെയിൽ IDസും കാര്യങ്ങളും വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മെയിൽ എന്ന് പറഞ്ഞാൽ അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്തിക്കാം ആ ഒരു മെയിൽ IDസ്, കുറേ മെയിൽ IDസും കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ക്ലിനിക്സിലേക്ക് മെയിൽ IDസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിലൊക്കെ കയറി എന്നും രാവിലെ 10 മണിയുടെ മുന്നേ ആയിട്ട് നിങ്ങളുടെ CVകൾ കൊടുക്കാൻ നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോരോ സ്പെഷ്യാലിറ്റിയും ഓരോരോ ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, അതിനനുസരിച്ചുള്ള CVകൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഒരു 5-6 CVകൾ ഡിഫറെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് CV എന്ത് ചെയ്യുക, മോർണിംഗിൽ കയറി അപ്ലൈ ചെയ്യുക, നടന്നു പോയി അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എവിടുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഹോം കെയറിനെങ്കിലും വിളി വരും. അപ്പോൾ വന്നതിന് ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പരിചയവും കാര്യങ്ങളും കോൺഫിഡൻറ്റും കിട്ടും. നല്ല വെല്ലായിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്യുക. അറിയുന്ന കാര്യം നല്ലതായിട്ട് എന്ത് ചെയ്യുക, ഒരു പേടിയും കൂടാണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ്റർവ്യൂ പെർഫോമൻസ് ആൾസോ ജോലി കിട്ടാനുള്ള ഒരു മെയിൻ ക്രൈറ്റീരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ എന്ത് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഗൂഗിളിൽ എവിടെയെങ്കിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്തിട്ട് പോയിട്ട് നന്നായിട്ട് ജെന്യൂനായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ CV, നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടിയാണ് നിങ്ങളുടെ സെലക്ഷൻ, അതായത് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എടുക്കുന്നതും കൂടിയിട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു മാസമൊക്കെ ആവും ജോലി കിട്ടാനായിട്ട്, പക്ഷെ നിങ്ങൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും, നിങ്ങളൊരു ഫ്രഷറായിട്ട് ഇവിടെ വരുന്നവരോടാണ് എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പിന്നെ വീണ്ടും അടുത്തൊരു ബെറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാണ്ടിരിക്കുക. അതൊരു നല്ല ഓപ്ഷൻ ആണെങ്കിൽ നല്ല സാലറി, അതായത് എപ്പോഴും ഇപ്പോൾ ഫ്രഷേഴ്സിന് നല്ല ഹൈ സാലറി കിട്ടണം എന്ന് ഒരിക്കലുമില്ല. എപ്പോഴും നിങ്ങൾ ഹൈ സാലറി പ്രതീക്ഷിച്ച് വരരുത്. ഒരു സ്റ്റാർട്ടിങ് ഒരു 4,000 ടു മാക്സിമം ഒരു 6,000 വരെയാണ് പ്രൈവറ്റ് സെക്ടറുകൾ എല്ലായിടത്തും സാലറി കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് അത്രയും നല്ലതും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് മോർ സാലറി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ല സാലറി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അതിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാണ്ട് അത് തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും നല്ലത് കിട്ടട്ടെ, ഹോസ്പിറ്റലിൽ ജോലി തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളതും പോയിട്ട് പിന്നെ നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ ഒരു വിസിറ്റിംഗ് വിസ കാര്യങ്ങൾ എക്സ്പയർ ആവും. പിന്നെ നിങ്ങൾ വീണ്ടും കാശ് കൊടുത്ത് റിന്യൂവൽ അങ്ങനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അതിലും ബെറ്റർ നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ലത് കിട്ടുകയാണെങ്കിൽ അതിൽ കയറി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുക, എങ്ങനെയാണ് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് വിസയും കാര്യങ്ങളൊക്കെ എടുക്കുക, ലൈസൻസ് ആക്ടിവേറ്റ് ആക്കുക. വൺസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതുമായിട്ട് അതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഈച്ച് ഹോസ്പിറ്റലിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് റെസിഗ്നേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ റിസൈൻ കൊടുക്കുക. അങ്ങനെ റിസൈൻ കൊടുത്തിട്ട് നമുക്ക് ക്യാഷോ അല്ലെങ്കിൽ വിസ കോസ്റ്റോ ലൈസൻസിൻ്റെ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എവിടെയെങ്കിലും വൺസ് നിങ്ങൾക്കൊരു 2 ആഴ്ച 3 ആഴ്ചയുടെ ഉള്ളിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഒന്ന് നോക്കുക.
നോക്കുക, എല്ലാം ആക്ടിവേറ്റ് ആക്കി നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, നിങ്ങൾ വിചാരിച്ച പോലെ പറഞ്ഞ പോലെ ഒന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു മന്ത് സാലറിയും കിട്ടും. നിങ്ങൾക്ക് ആ ഒരു വിസിറ്റിംഗ് വിസ എക്സ്പയർ ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താക്കാം, വിസയും എടുക്കുക. ആ വിസ ഇപ്പോൾ വൺസ് ക്യാൻസലേഷൻ ചെയ്താലും നമുക്ക് 3 മന്ത് ടൈം പീരീഡ് ഉണ്ട് നെക്സ്റ്റ് എടുക്കാനായിട്ടും ഫൈൻ കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും അന്വേഷിക്കാനുള്ള ചാൻസും നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്താക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നേഴ്സായിട്ട് പുതിയതായിട്ട് വരാനിരിക്കുന്നവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഡോക്യുമെന്റ്സും എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തിനേലും കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് ഡീറ്റെയിൽസ് വൈസ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.